ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്തയുമായിട്ട് നിങ്ങളെ സമീപിക്കുവാൻ, നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ഒരു അവസരം ലഭിച്ചതുകൊണ്ടാണ് ഇപ്രകാരം കടന്നു വന്നിരിക്കുന്നത്. ഏത് ദിവസവും വായിച്ചപ്പോൾ മനസ്സിനെ വളരെ സ്പർശിച്ചതായ ഒരു ചിന്ത കടന്നു വന്നു. അത് ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 89 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളിച്ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്യും. ഇവിടെ രണ്ട് പ്രധാന ഭാഗം കാണുമെന്ന് കൂടെ തരും. ഒന്ന്, സഹായിക്കുന്ന ദൈവം; രണ്ട്, ഉയർത്തുന്ന ദൈവം. അനേക വീരന്മാരെ കുറിച്ചൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാലും ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ ഒന്ന് രണ്ട് പേരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി അവരെ ഉയരുവാനുള്ള കാരണത്തെ ഒന്ന് വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ഒരു വീര പരാക്രമശാലികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഉൽപ്പത്തി മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ ഇടയായിത്തീരുന്നുണ്ട്. അവരെല്ലാം വീരന്മാരും ശൂരന്മാരുമായിരുന്നു എന്ന് കാണാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുവാനൊക്കെ ഇടയായിത്തീർന്നത് 11 അധ്യായത്തിൻ്റെ അതിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഇബ്താഗ് ഗിലെയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഗ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഇതാണ് അവനെ വീരനാക്കാൻ ഇടയാറ്റുന്നത്. ഇബ്താഗ് ഒരു പരാക്രമശാലിയാണ് എന്ന് വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ ഇടയാത്തീരും. എന്നാൽ തൻ്റെ സമൂഹമോ തൻ്റെ നാട്ടുകാരോ വീട്ടുകാരോ തനിക്ക് പ്രിയപ്പെട്ടവരോ സഹോദരങ്ങളോ തന്നെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ, അവർ തൻ്റെ കുടുംബത്തിൽ തന്നെ അംഗീകരിക്കാതിരുന്നപ്പോൾ, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, ഒരു കാല് കുത്തുവാൻ ഒരു ഇടം പോലും തരത്തില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഇബ്താഗിനെ പുറത്താക്കി. അവിടെ നിന്ന് വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിനുള്ള കാരണമൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നാൽ എവിടെ പുറത്താക്കിയോ, ആര് പുറത്താക്കിയോ, ആ പുറത്താക്കിയവരുടെ മധ്യത്തിൽ ആര് അവഹേളിച്ചോ, എന്ത് പറഞ്ഞ് നിന്ദിച്ചോ, ഒരു ഇഞ്ച് ഭൂമി പോലും തരത്തില്ല, ഒരു അവകാശവും തരത്തില്ല എന്ന് ആരെക്കുറിച്ച് പറഞ്ഞു, ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്ന് ആ ദേശത്തിൻ്റെ അധിപതിയാക്കി, സേനാധിപതിയാക്കി, ആ ദേശത്തെ യുദ്ധത്തെ ജയിക്കുവാനുള്ള ഒരു സാവകാശം ഒരുക്കുന്നതാണ് നമുക്ക് ഈ ഭേദഭാഗത്ത് നിന്ന് കാണുന്ന കൂടിയെത്തുന്നത്. ഇവിടെ ഇബ്താഗ് ഉയരപ്പെടുവാൻ ഒരു കാരണമുണ്ട്. ഇബ്താഗ് എല്ലാവരാലും ത്യജിക്കപ്പെട്ട് വെറുക്കപ്പെട്ടവനായി, സഹോദരങ്ങളുടെ കുടുംബത്തിലൊക്കെ മധ്യത്തിലൊക്കെ തല താഴ്ത്തപ്പെട്ടവനായി നിൽക്കുമ്പോഴും ദൈവസന്നിധിയിൽ തല താഴ്ത്തി പ്രാർത്ഥിക്കുന്നൊരു മനോഭാവം ഇബ്താഹിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ 11 വാക്യത്തിൽ വായിക്കുന്നത്: ഇബ്താഗ് യഹോവയുടെ സന്നിധിയിൽ കാര്യങ്ങളെല്ലാം പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാൽ ഇബ്താഗ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. തൻ്റെ പരാജയങ്ങൾ, തൻ്റെ വേദനകൾ, ഒറ്റപ്പെടലുകൾ ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴും തൻ്റെ മനസ്സറിയുന്ന, തൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കടങ്ങൾ പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇബ്താഗ് അതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാന്ന് കൊടുത്തത് ഒരു പ്രാർത്ഥിക്കുന്ന മനോഭാവമുള്ളവനാണ്. അങ്ങനെ ഇബ്താഗ് പെട്ടെന്നൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതല്ല. ഇബ്താഗ് മുൻപേ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഉടനെ ഈ വിഷയം വന്നപ്പോൾ, അല്ലെങ്കിൽ ഗിലെയാദിലെ മൂപ്പന്മാർ തൻ്റെ അടുക്കൽ വന്നപ്പോഴും ആ വിഷയവും അവർ കൊണ്ടുവന്നതായ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിനൊരു മനോഭാവം ഉണ്ടായി, ഉറപ്പുണ്ടായത് താനൊരു മുമ്പേ പ്രാർത്ഥന മനോഭാവമുള്ള മനുഷ്യനായിരുന്നു. ഈ മനോഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് താൻ എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ തനിക്കൊരു അവകാശം ലഭിക്കത്തില്ല എന്ന് കൊടുക്കത്തില്ല എന്ന് സഹോദരന്മാർ പറഞ്ഞെടുത്ത് തന്നെ തലവനാക്കി, സേനാധിപതിയാക്കി,
ഒരു യുദ്ധത്തെ നയിക്കുവാനുള്ളതായ വീറോടും ധൈര്യത്തോടും കൂടെ യഹോവ അവനെ അവിടെ ഉപയോഗിക്കുന്ന കൂടിയായിത്തുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിധത്തിൽ അപമാനിതനായി തലകുനിയപ്പെട്ടവനായി എല്ലാവരുടെയും മുമ്പിൽ ഒരു അവഹേളന വസ്തുവായിട്ടാണ്, അവഹേളന പാത്രമായിട്ടാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ സമയം, ഈ വചനം കേൾക്കുന്ന ഈ സമയം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, പരാജയപ്പെട്ടിടത്ത് തല കുനിച്ചെടുത്ത് തല ഉയർത്തി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്, ഈ സമയം ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, സങ്കടങ്ങൾ ബോധിപ്പിച്ച് കരഞ്ഞതായ ഇബ്താഖിനെ നിന്ദിച്ചെടുത്ത് മാനിച്ച ദൈവം, അവനെ വീരനാക്കിയ ദൈവം, അവന് സഹായം ചെയ്ത ദൈവം, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദേശത്തിലെ വീരന്മാരാക്കി ദൈവത്തിൻ്റെ സഹായം നൽകി തന്നെ, ദൈവത്തിൻ്റെ വിടുതൽ നൽകി തന്നെ നിന്നെ വീരനാക്കി മാറ്റുവാൻ, ഒരത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവ് കഴിയും. ഈ രാത്രി അതിന് ദൈവം അവസരമൊരുക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം.